ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എൻ വഴി തനിവഴി എന്ന സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. ഇപ്പോൾ എൻ വഴി തനിവഴി എന്ന സിനിമ 1.5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കുന്നു. അതും ഇന്നത്തെ തിയേറ്ററിലുള്ള തിയേറ്ററിൽ കാണാൻ പറ്റുന്ന അതേ ക്വാളിറ്റിയിൽ ഈ സിനിമ എത്തുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള ക്യൂരിയോസിറ്റി ഈ ക്വാളിറ്റിയിൽ അതും ഇത്ര ചെറിയൊരു ചെലവിൽ എങ്ങനെ ഈ സിനിമ ഉണ്ടാക്കി എന്നുള്ളതാണ്. മൂവി ഏത് ബഡ്ജറ്റിൽ ചെയ്തു എന്നുള്ളത് റിലീസിന് ശേഷം ഒരു മനുഷ്യൻ ചോദിക്കില്ല. ക്വാളിറ്റി സെയിം ടു സെയിം ആണെങ്കിൽ അതും ഒരേ ഗണത്തിൽ വന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. കൊറോണ സമയത്ത് ഒരു സംഭവം ഷൂട്ട് ചെയ്ത സമയത്ത് ബാലുശ്ശേരി CI ജീവൻ ജോർജ് സാറ് ജീപ്പുമായിട്ട് ബേക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫൈസൽ ഖാൻ്റെ ഫ്രെയിം ഇവിടുന്ന് അങ്ങോട്ടാണ്, ഫൈസൽ ഖാൻ്റെ ബേക്കിലാണ്. കുറേ അങ്ങനെ നോക്കി നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിളിച്ച് CI വിളിച്ചിട്ട് ഫൈസലല്ല, അത് ബാലുശ്ശേരി സ്റ്റേഷനിലേക്ക് വരാൻ മതി. എടാ ദസമൂല, എവിടെ നടക്കുന്നൊന്നും ആരും അറിയാൻ പാടില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, അങ്ങനെ പറഞ്ഞാ ഞാൻ അവിടെ പോകുന്നു, ഞാൻ പോവില്ലാന്ന്. അവിടെ പുഴുങ്ങാണ്, അടുക്കിരുന്ന് പുഴുങ്ങുകയാണ്. ഞാനൊന്ന് കിടക്കട്ടെ. അത് മോളെ പേരെന്താണ്? എൻ്റെ പേര് സംഗീത. സംഗീത. ആദ്യം നമുക്ക് സംഗീതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇപ്പം ലൈഫ് എന്ന് പറയുന്നത് ഒരു സംഗീതം പോലെ ഒരു താളാത്മകമായിട്ട് കണ്ടു നോക്കൂ, വളരെ ആസ്വാദ്യകരമായിരിക്കും അല്ലേ? നമ്മളിപ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞിട്ട് സറൗണ്ട് മിക്സിൻ്റെ ഒരു സംഭവം കാണിക്കും. അത് എത്ര വലിയ റെപ്യൂട്ടഡ് ഡയറക്ഷൻ ആയാലും എത്ര വലിയ പ്രൊഡക്ഷൻ കമ്പനി ആയാലും ഒരു 80 to 70 to 80% സിനിമകളും സെൻട്രൽ ചാനൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു മൂവിയുടെ പ്രൊമോഷനിലേക്ക് ഏറ്റവും കൂടുതൽ വരണം എന്ന് ആഗ്രഹിച്ച 3 പേര് ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. 12 വർഷമായി ഈ പടം തുടങ്ങിയിട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ 12 വർഷം മുതൽച്ച് പണിയെടുക്കുന്ന 2 പേരുണ്ട്. അവരെ കണക്കൂട്ടിയായി ഈ പറഞ്ഞ കോടികളായി. പക്ഷേ നമ്മളെ പടത്തിന് ചിലവ് 1.5 ലക്ഷം രൂപയാണ്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ആളുകൾ സഹകരിച്ചാലും നമ്മൾ ഒരുമിച്ച് നിന്നാലും 1.5 ലക്ഷം കൊണ്ടും 1 ലക്ഷം കൊണ്ടും പടം എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ജനങ്ങളെ കാണിച്ചു കൊടുക്കുക എന്നതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ലക്ഷ്യം. സെല്ലുലോഡിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എൻ വഴി തനിവഴി എന്ന സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. വെൽക്കം. ഒരു വൈബ് ടീമാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഡയറക്ടറിൽ നിന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ എൻ വഴി തനിവഴി എന്ന സിനിമ 1.5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കുന്നു. അതും ഇന്നത്തെ തിയേറ്ററിലുള്ള തിയേറ്ററിൽ കാണാൻ പറ്റുന്ന അതേ ക്വാളിറ്റിയിൽ ഈ സിനിമ എത്തുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള ക്യൂരിയോസിറ്റി ഈ ക്വാളിറ്റിയിൽ അതും ഇത്ര ചെറിയൊരു ചെലവിൽ എങ്ങനെ ഈ സിനിമ ഉണ്ടാക്കി എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു സിനിമ നിർമ്മിക്കുമ്പം ഒരുപാട് എക്സ്പെൻസ് പല മേഖലയിലും നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിനിമ ലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരുപാട് മാൻ പവർ, അതുപോലെ തന്നെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ്, ഇതിൽ റെൻറ്റ് പോയി ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതേ ക്വാളിറ്റിയിൽ നമ്മൾ അതിൻ്റെ ഒരു ലോവസ്റ്റ് ഫോർമാറ്റിൽ, ക്വാളിറ്റി ഒട്ടും മോശമല്ലാത്ത രീതിയിൽ കോപ്പി ചെയ്ത് അതേ ഫോർമാറ്റിൽ നമ്മൾ ചെയ്ത് പരീക്ഷിച്ച് വിജയിക്കുക. ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലിലേക്ക് പോവുക. ഒരിക്കലും ഒരു ബ്ലൈൻഡ് ആയിട്ടൊരു ലൈറ്റ് വെച്ചിട്ട് അതിൻ്റെ ഔട്ട് കൊണ്ട് പോകില്ല. കറക്റ്റായിട്ട് ആ സാധനം എടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ക്ലാരിറ്റി, അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലിലേക്ക് പോവുക. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇതിലിപ്പം എന്ന് പറഞ്ഞാൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട്, സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളാണ്. അതാണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സിനിമാ സ്നേഹിയായിട്ടുള്ള ഒരു ബെനൻ പീറ്റർ, മുണ്ടൻവേലി സ്വദേശിയാണ്, കൊച്ചിക്കാരനാണ്. അദ്ദേഹമാണ് ഈ സിനിമയുടെ എന്നോടൊപ്പം ഈ സിനിമയുടെ പ്രൊഡക്ഷനിലുണ്ടായിരുന്നത്. അതൊക്കെയാണ് ഈ സിനിമ ഇങ്ങനെ നമുക്ക് എത്തിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പൊ ഇങ്ങനെ ഒരു ആദ്യത്തെ ഡയറക്ഷൻ ആണ് അല്ലേ? ആദ്യത്തെ ഡയറക്ഷൻ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി എടുക്കാം എന്നൊക്കെ അത് വൈഫ് തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ഡയറക്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുന്നത് എങ്ങനെയായിരിക്കും? ആക്ച്വലി എനിക്ക് 2012 ശരിക്കും സിനിമ ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നത്. 2012 ഞാനൊരു 7 സോങ് ചെയ്തിട്ട് അത് മ്യൂസിക് CD ആക്കിയിട്ട് മാർക്കറ്റിൽ എത്തിച്ച് അന്ന് സക്സസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു സമയത്ത് തന്നെ സിനിമ ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കഥകൾ എഴുതുക, അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സിനെ കാണുക. അപ്പോൾ ഇതെല്ലാം കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ എനിക്കൊരു നാൾ വരും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് മെയിൻ സ്ട്രീമിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ വലിയ പൈസ മുടക്കമുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മുടെ കൂടുതൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കിപ്പം മൂവി ഏത് ബഡ്ജറ്റിൽ ചെയ്തു എന്നുള്ളത് റിലീസിന് ശേഷം ഒരു മനുഷ്യൻ ചോദിക്കില്ല. ക്വാളിറ്റി സെയിം ടു സെയിം ആണെങ്കിൽ അതും ഒരേ ഗണത്തിൽ വന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അപ്പം നമ്മൾ ആ ഒരു ബഡ്ജറ്റ് നമുക്കൊരു സ്ട്രെയിനില്ല. അതിപ്പോൾ
കോൺഫിഡൻസോട് കൂടിയിട്ടൊരു തിയേറ്ററിലേക്ക് പോകുമ്പോൾ ബഡ്ജറ്റിൻ്റെ പ്രശ്നങ്ങളില്ലാതെ കോൺഫിഡൻസോടുകൂടി നമുക്ക് പോകാൻ പറ്റുന്നതും ഈ ഒരു ടീമിൻ്റെ. അതുപോലെ തന്നെ ഞാൻ ഈ സിനിമ പ്ലാൻ ചെയ്തപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓരോ എക്യുപ്മെൻറ്റ്സ് മേടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഈ 2021 കാലഘട്ടത്തിലാണ് ഹസീബ് പൂനൂര്, അതുപോലെ തന്നെ ഫസൽ, ഇങ്ങനെയുള്ള ഒരു ടീമിലേക്ക് ഇതുപോലെ സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് പൂനൂര് സ്വദേശത്തുള്ള ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ടീമിലെത്തിയതോടുകൂടിയാണ് സിനിമ എന്നുള്ള സംഭവത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ആക്റ്റീവായത്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ത്രെഡ്, ഒരു നല്ലൊരു നമുക്ക് മുന്നോട്ടും ലൈഫുള്ള ഒരു ത്രെഡ് കിട്ടിയപ്പോൾ ആ ത്രെഡിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഫിലിം സ്റ്റേജിലേക്ക് പോയത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്ലാൻ ഇല്ലാത്ത ഒരു ഷൂട്ടും നമ്മൾ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് അതിൻ്റെ 1 ലൈൻ ബേസ് ചെയ്ത് കറക്റ്റ് പ്ലാൻ ചെയ്ത് നമ്മൾ എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ 4-5 പേര് മാത്രമേ ഷെഡ് സെറ്റിൽ ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ് ലൈറ്റപ്പ്, അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത്, അതുപോലെ തന്നെ ഇവർക്ക് ഓരോരുത്തർക്കും ഡയലോഗുകൾ നമ്മൾ സ്ക്രിപ്റ്റ് നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കും 2-3 ദിവസം മുമ്പ്. അതുപോലെ തന്നെ ഏത് മോഡുലേഷനിൽ ഈ ഡയലോഗ് ഡെലിവറി ചെയ്യണം എന്നുള്ളത് വാട്സാപ്പിൽ വോയിസ് നോട്ടായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അവർ പഠിച്ചു വന്ന് ചെയ്യുന്നൊരു സാധനത്തിൽ പിന്നൊരു സംഭവം ഡൗട്ടില്ല. ഷോർട്ട് വൈസ് അടക്കം നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഷോട്ട്, ഏത് ഷോട്ട് വെക്കണം, ഏത് ക്യാമറ ആംഗിൾ ഇത് ചെയ്യണം, ഏതാണ് അതിൻ്റെ ലൈറ്റപ്പിൻ്റെ സെറ്റപ്പ്, അത് കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങിലാണ് പോയത്. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റി, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ടീം എന്ന് പറഞ്ഞാൽ രാവും പകലും ഇല്ലാതെ ഈ സിനിമ അവരുടെ മുഖം ബിഗ് സ്ക്രീനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് ഇപ്പം ഈ ടീം എടുത്തു പറയുന്നത്. അവരുള്ളതുകൊണ്ടാണ് ഈ ടീം ഈ സിനിമ ലൈഫിലേക്ക് എത്തുന്നത്. അതെ, ഇപ്പൊ ഇതൊരു ചെറിയൊരു ചെലവിൽ ഒരു സിനിമ വരുന്നു, അതും ഇത്ര ആളുകളുടെ ഒരു കോർപ്പറേഷൻ ഇല്ലാണ്ട് എന്തായാലും അത് സാധ്യമാവില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. ഇപ്പം റൈറ്ററിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്ലോട്ട് കിട്ടുന്നതും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി റൈറ്റ് ചെയ്യാം എന്നുള്ള തീരുമാനം വരുന്നതും ഒക്കെ എങ്ങനെയായിരിക്കും? അതെന്താ, ഞങ്ങള് നമ്മുടെ കൂടെ ചുറ്റും നടന്നൊരു സംഭവമാണ്. അപ്പം നമ്മൾ വിചാരിച്ചു അത് പ്രസന്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയ വന്നു. കാരണം എന്ന് വെച്ചാൽ അതൊരിക്കൽ പലരും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഒരിക്കലും എല്ലാവർക്കും അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അതൊന്ന് ഒരു മൂവിയിലേക്ക് ആക്കാന്നുള്ള രീതിയിൽ വന്നു. കാരണം ഇപ്പൊ ഒരു ടീം വന്നപ്പോൾ പിന്നെ ഒരു കഥ വേണമായിരുന്നു. അപ്പം നമ്മളത് പറഞ്ഞു, പ്രൊഡ്യൂസർക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുക ചെയ്തത്, ഫിൽറ്റർ ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുക ചെയ്തത്. അങ്ങനെ ഓരോരുത്തരെ നമ്മൾ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്തേ. ആക്ച്വലി ഇതെന്താ പറയാ, ഒറ്റയ്ക്ക് ഞങ്ങളുടെ ഒരു മൂവി എന്ന് പറയാൻ പറ്റില്ല. ഇവരെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരിക്കലും എന്താ പറയാ, ഇത് നമ്മളെ ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. എല്ലാരും കൂടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു മൂവി ഉണ്ടായി. ശരിക്കും ഞങ്ങളുടെ ഒരു പുതിയ വഴിയാണ്. അതാണ് എൻ വഴി തനി വഴി. അപ്പൊ അതാണോ നിങ്ങൾ ആ ഒരു ടൈറ്റിൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാല് ഈ കഥ എന്ന് പറഞ്ഞാല് സിനിമയെ സ്നേഹിക്കുന്ന, സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം യുവാക്കൾ അല്ലെങ്കിൽ ഒരു വലിയൊരു ടീം ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു പുതുവഴിയാണ്. ഇപ്പൊ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഇനി സിനിമയിൽ വരാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം അഭിനയത്തിലാണെങ്കിലും അല്ലാതെ ഇപ്പം ഡയറക്ഷൻ, സ്ക്രിപ്റ്റിംഗ് അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ. അപ്പൊ ഇത്തരത്തിലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കും കൂടെ ഒരു പ്രചോദനമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പാത വെട്ടിത്തെളിച്ചതാണ്. ഇനിയിപ്പോ ഞങ്ങളെ ഒരു ഇതായിക്കൊണ്ട് അവർ വരിക, പിന്തുടർന്നുകൊണ്ട് അവർ വരിക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ചുരുങ്ങിയ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പോലെ ഈ നമ്മളിതിൽ ആരും ഒരു സ്റ്റാർ മെറ്റീരിയൽ അല്ല, ഒരു പോപ്പുലർ ഫേസോ അങ്ങനെയൊന്നുമല്ല. ഞങ്ങളൊക്കെ മിമിക്രിയിൽ കുറച്ച് പേരുണ്ടെങ്കിൽ കോമഡി ഉത്സവത്തിൽ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് പേരെ നമുക്ക് ഇത് കവിഞ്ഞ ഒരു പോസ്റ്ററിൽ നമ്മുടെ ഒരു ഫേസ് വാല്യൂ ഉള്ള ഒരു സംഭവമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇത് മേക്ക് ചെയ്തെടുക്കാനും ഈ ഡയറക്ടറെ നമുക്ക് ഒബേ ചെയ്യാനൊക്കെ ഏറ്റവും സുഖമാണ്, മെരുക്കിയെടുക്കാൻ സുഖം അദ്ദേഹത്തിന്. അപ്പോൾ ഇതിലിപ്പോൾ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഒരു പൂർണ്ണമായിട്ടും ലഹരി മുക്ത സെറ്റ് ഞങ്ങളുടെ ക്രൂ എന്ന് പറയുക. പിന്നെ ആർക്കും ഒരു വിവേചനം ഇല്ല. ഒരു കാരവാൻ ഒരു കാരവാൻ സെറ്റില്ല. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഈ നായകൻ്റെ കുടുംബം ഉള്ള സെറ്റ് ചെയ്ത വീടാണ് മെയിനായിട്ട് അതിലൊരു ക്യാരക്ടർ വീട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ചേച്ചി, അമ്മ, 2 അമ്മമാർ ഞങ്ങൾക്ക് ആ വീട് അങ്ങോട്ട് ഒഴിഞ്ഞു തന്നിട്ട് മക്കളെ എന്താ ഞങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടതെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ രാവിലെ പൂനൂർ പോയിട്ട് ഒരു 1 കിലോ മത്തി വാങ്ങിയിട്ട് അവിടെ കൊണ്ടു കൊടുത്തിട്ട് ഇതൊന്ന് പൊരിക്കുക, വറുക്കുക, എന്നിട്ട് കഞ്ഞി ഇളക്കി കൂട്ടിയിട്ട് ആ ചോറ് ആ രൂപത്തിലുള്ള സംഭവം, ഇതൊക്കെയാണ് ഞങ്ങളെ ഫുഡ്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ആർക്കും ഒരു ഏറ്റക്കുറച്ചിലുകളില്ലാതെ നമ്മൾ വളരെ രസകരമായിട്ട് ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള. പിന്നെ ഒരാളുടെ ജോലിക്ക് പോലും ബാധ്യതയാവാത്ത വിധത്തിൽ നമ്മൾ ഓരോ
ഈച്ച് സൺഡേസിൽ മാത്രം പറ്റുമെങ്കിൽ സാറ്റർഡേയും കൂടിയും ബാക്കിയുള്ള എല്ലാ ഹോളിഡേസിലാണ് നമ്മൾ ഇത്. അപ്പൊ ഇത് എത്ര ടൈം എടുത്തു ഷൂട്ട് ചെയ്യാൻ, മൊത്തം സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്? 2 വർഷത്തോളം നമ്മൾ എടുത്തു എന്നുള്ളതാണ്. 2 വർഷത്തോളാണ് നമ്മൾ ഇതിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. അതുകൊണ്ടാണ് ഡെയിലി ഷൂട്ട് ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൂടുന്ന ഒരു ദിവസം വെച്ച് കൂടുതൽ സൺഡേയിലാണ്. ഞാൻ മാത്രം ലീവ് എടുത്തു. ഇയാളെ ഈ ഷൂട്ടിംഗ് കൊണ്ടൊരു ജോലി വരെ പോയി എന്നുള്ളതാ. ഇയാൾക്ക് ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്. അപ്പൊ ഷെയർ ആണ് അല്ലേ? ഷെയർ ബിസിനസ് ആണ്. അതെ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിനക്ക് നടനാകാൻ പോകുന്നത് നല്ലത്. എന്നാ കട്ട് വിട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റൂല. പാർട്ട്നേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. ഈ ഇന്റർവ്യൂ കാണുന്നുള്ള തിരിച്ചു വിളിക്കുന്ന പേടി അല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ സാർ പറഞ്ഞല്ലോ, പിന്നെ 2 ദിവസം മുമ്പ് തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും, വോയിസ് മോഡുലേഷനൊക്കെ അയച്ചു തരും. ഇത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ തന്നെ എല്ലാ പണിയും എടുക്കണം. അതുകൊണ്ട് ഇത് പഠിച്ച് വന്നേ രക്ഷയുള്ളൂ. വന്ന് ലൈറ്റ് നമ്മൾ തന്നെ വെക്കണം. രാത്രി ഷൂട്ടാണെങ്കിൽ ജനറേറ്റർ എടുക്കാൻ പോകണം, ഡീസൽ വാങ്ങാൻ പോകണം. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. പരിചയപ്പെടുത്താൻ മറന്നാണ്. എൻ്റെ പേര് ഫസൽ എന്നാണ്. ആദ്യത്തെ സിനിമയാണ്. ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. അതെ, മെയിൻ റോൾ ചെയ്ത ആളാണ്. അപ്പൊ ഈ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എങ്ങനെ എത്തണേ? അയ്യോ, ഭയങ്കര ആഗ്രഹമാണ്. അഭിനയം മാത്രമാണ് ലക്ഷ്യം. ആദ്യം മുതലേ സ്കൂളൊക്കെ കട്ട് ചെയ്ത് സ്ഥിരമായിട്ട് സിനിമക്ക് പോകുന്ന ഒരു പരിപാടിയായിരുന്നു പണ്ട് മുതലേ. പിന്നെ ഈ ഒരു ടീമിലെത്തി, ഞങ്ങളൊരു ടീം സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് വെബ് സീരീസ്, ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു കോൺഫിഡൻസ് വന്നത്. അതിലേക്കാണ് സാറും വൈഫും വരുന്നത്. ഞങ്ങളൊരു കമ്പനി ആയപ്പോൾ പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പമായി. അതാണ് ഈ ഹസീബ് പറഞ്ഞല്ലേ, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണം. അതുപോലെ ഇയാളുടെ കയ്യിൽ കംപ്ലീറ്റ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ആർട്ടിസ്റ്റ് ആയിരുന്നു ഇല്ലാത്തത്. ഞങ്ങൾ ഫുൾ ആർട്ടിസ്റ്റ് റെഡിയാണ്. ബാക്കി കാര്യങ്ങൾ ആളെ കൊണ്ടുവന്നപ്പോ ഒന്ന് പാക്കേജ് ചെയ്യാം. അതെ അതെ. എൻ്റെ പേര് ഫൈസൽ കേളോത്തുനിന്നാണ്. ഇതിൽ ജോസേട്ടൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഇത് പറയാനല്ല കേട്ടോ, മയക്ക് വെച്ച് ഇങ്ങനെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഒരു സാധനം പറയാൻ പറ്റേ. സിനിമ മോഹി എന്നാണ് ഹസീബ് ഇവൻ്റെ പേര് ഫോണിൽ അടിച്ചിട്ടത്. സിനിമ മോഹിന. അപ്പൊ അത്രയ്ക്കും അയാളൊരു സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. പോലീസുകാരനാണ്. അത് ഹൈലൈറ്റ് ആണ്. പോലീസുകാരനാണ്. അത് പിന്നെ ഇവരിങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് അത് ഓർമ്മ വരുന്നത്. പോലീസാണല്ലോ. അപ്പോ ഞാന് പിന്നെ പോലീസുകാരനാണ്. ഇപ്പം ബാലുശ്ശേരി സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. എടുത്തു പറയേണ്ടത് വെച്ചാൽ ഈ പ്രോഗ്രാമിന് അതുപോലെ തന്നെ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ ഫിലിമിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അതൊക്കെ നമ്മൾക്ക് കണ്ടിട്ട് സ്റ്റേഷനിൽ പിന്നെ മേലുദ്യോഗസ്ഥന്മാരും അത് കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും നല്ല സപ്പോർട്ടാണ്. ഇനി ലീവ് കിട്ടണം. ലീവൊക്കെ കിട്ടും, അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പറയാം, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നാട്ടുകാരും കൂട്ടുകാരും ജോലി ചെയ്യുന്നതാണെങ്കിലും ഒക്കെ തന്നെ. എന്താണെന്നറിയില്ല, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഞങ്ങളിതിന് മുമ്പേ ഒരു സംഭവം കൊറോണ സമയത്ത് ഒരു സംഭവം ഷൂട്ട് ചെയ്ത സമയത്ത് ബാലുശ്ശേരി CI ജീവൻ ജോർജ് സാറ് ജീപ്പുമായിട്ട് ബേക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫൈസൽ ഖാൻ്റെ ഫ്രെയിം ഇവിടുന്ന് അങ്ങോട്ടാണ്. ഫൈസൽ ഖാൻ്റെ ബേക്കിലാണുള്ളത്. കുറേ അങ്ങനെ നോക്കി നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിളിച്ച് CI വിളിച്ചിട്ട്, ഫൈസലല്ല അത് ബാലുശ്ശേരി സ്റ്റേഷനിലേക്ക് വരാൻ പറയും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫൈസൽ ഖാണ്ട് ആ ഊടുവഴി കൂടി ഓടുന്നു. എന്താ ചോദിച്ചു നോക്കോ, അല്ലെ നിങ്ങളൊരു പോലീസുകാരനല്ലേ, നിങ്ങളെ ധൈര്യത്തിലാണ് ഈ കൊറോണ സമയത്ത് നമ്മളിവിടെ നിന്ന് തന്നെ. അത് എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ കാണുമ്പോൾ ഞാൻ പോലീസാണല്ലോ എന്നോട് മറക്കും. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ലെവലിൽ, ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. കാരണം ഇവർ നമ്മൾ ഈ ടീമിലുള്ള ഒരു 10-30ഓളം പേരുണ്ട്. പ്രൊഫഷണലായിട്ട് സ്റ്റേജ് പ്രോഗ്രാമുകളും ഒക്കെ ചെയ്യുന്ന ആളുകൾ. സിനിമ എന്നുള്ളത് എല്ലാ ആളുകളെ സ്വപ്നം മാത്രമായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ഓഡിഷനിൽ പോയിട്ട് വലിയ സിനിമയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓഡിഷനിൽ ഈ ടീമിലുള്ള എല്ലാ ആൾക്കാരും ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഡയലോഗ് പോലും കിട്ടാതെ ഒരുപാട് സിനിമയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരുണ്ട്. പുതുമുഖങ്ങൾ എന്ന് തന്നെ പറയാം. കാരണം സിനിമയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ നമ്മളുണ്ട് എന്ന് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സിനിമയിലേക്ക് ഒന്ന് മുഖം കാണിക്കാൻ പറ്റുക എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കുന്ന സമയത്താണ് നമ്മൾ പറയാറില്ലേ, ഒരേ മനസ്സുള്ള ആളുകൾ എവിടെയായാലും ഒരുമിച്ച് വരും. അങ്ങനെയാണ് ഈ സിനിമാ ഭ്രാന്തർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്തതല്ല, അത് സ്വാഭാവികമായിട്ട് ഉണ്ടായതാണ്. കാരണം കൊറോണ സമയത്തൊക്കെ ഞങ്ങൾ PDA കൊലായി എന്ന് പറഞ്ഞിട്ട് നാടൻ തമാശകളൊക്കെ കോർത്തിണക്കി ഈ പറഞ്ഞ രീതിയിൽ പോലീസും മറ്റുള്ള ആളുകളൊന്നും കാണാതെ ഞങ്ങൾ ആളുകളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്ത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അങ്ങനെ ഈ
ആ ടീമിലുള്ള ആളുകളുടെ എണ്ണം കൂടി വരിക, അതിലേക്ക് നമ്മുടെ പ്രൊഡ്യൂസർ സാറ്, അതുപോലെ ഡയറക്ടർ സാറ്, വിന്നി പോലുള്ള ആളുകൾ എത്തിച്ചേരുകയും പിന്നീട് അങ്ങോട്ട് ഇതൊരു വലിയ സിനിമ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇതിങ്ങനെ ഡെവലപ്പായിട്ട് വന്നത്. അപ്പോൾ ഏതായാലും ഓരോ ആളുകളും അതിൻ്റേതായിട്ടുള്ള ഓരോരുത്തർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട്, അപ്പോൾ നേരത്തെ ഫസൽ സൂചിപ്പിച്ച രീതിയിൽ രാവിലെ സെറ്റിലെത്തി കഴിഞ്ഞാൽ അവിടെ ലൊക്കേഷൻ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം കോണി വെച്ച് മരത്തിൻ്റെ മേലൊക്കെ ലൈറ്റ് കെട്ടുന്നത് ഞങ്ങളാണ്. അതുപോലെ തന്നെ ഭക്ഷണം വാങ്ങാൻ പോകുന്നത്, വെള്ളം വാങ്ങാൻ പോകുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഷൂട്ട് ചിലപ്പം രാവിലെ വരെ നൈറ്റ് ഷൂട്ടൊക്കെ ഒരു ദിവസം രാവിലെ ഷൂട്ട് തുടങ്ങി പിറ്റേന്ന് രാവിലെ വരെയൊക്കെ ഷൂട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ജനറേറ്റർ വാടകയ്ക്ക് എടുത്ത് ജനറേറ്റർ അവിടെ കൊണ്ടു കൊടുക്കണം. ഈ വീട് വിട്ട് തന്ന അതൊക്കെ ഞങ്ങൾക്ക് അവരോടൊക്കെ ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ വീട് തുറന്നു തന്നിട്ട് അവർ മാറിത്തരിക. അപ്പോൾ ഞങ്ങൾക്ക് ചായ വെച്ച് തരുന്ന അവരാണ്. ഈ പറഞ്ഞ രീതിയിൽ ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ചായ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് വേണ്ടി ചെയ്തു തരികയാണ്. ഹൗസ് വാമിങ്ങിൻ്റെ വീട് വരെ വിട്ടുവന്നിട്ടുണ്ട്. ഹൗസ് വാമിങ് നടക്കേണ്ട വീട്ടിൽ ഹൗസ് വാമിങ് പിറ്റേന്ന് ഹൗസ് വാമിങ് ആണ്, തലേന്ന് അവിടെ ഷൂട്ട് നടക്കുക. അവരെ റിലേറ്റീവ്സും ബന്ധുക്കളൊക്കെ ക്ഷണിച്ച് വരുത്തിയിട്ട് ആ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് അവിടെ ലൈറ്റ് റെഡിയാക്കി തന്നിരിക്കുക. ആ വീട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ആളുകൾ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയുള്ളൊരു ടോട്ടൽ റിസൾട്ടാണ് ഈ സിനിമ. ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ടീമിലല്ലാത്ത നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ട് ആരോന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് വരും. അത് സത്യമാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. അത് ആരാ പറഞ്ഞതെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ കേട്ട പോലെ തോന്നി. ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കല്യാണം ഒക്കെ ഒറിജിനൽ ഉള്ളതാണല്ലോ ഷൂട്ട് ചെയ്തത്. അതെ. പക്ഷെ ആ ഫസ്റ്റിലുള്ള വീട് കണ്ടാൽ ശരിക്കും സിനിമ പറയാം സെറ്റ് ഇട്ടതാന്ന് തോന്നും. ഫസലിന്റെ കുടുംബത്തിന്റെ വീട് കാണുമ്പോൾ. അപ്പൊ സിനിമയിലെ നായികയാണിത്, ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളുന്നിട്ടാ. എൻ്റെ പേര് ഹേമ, ഞാൻ വടകര വിലങ്ങാട് വരുന്നു. എങ്ങനെയാണ് ഈ ഒരു കൂട്ടത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? അഭിലാഷ് ഏട്ടനാണ് എന്നെ ഈ സിനിമയിലോട്ട് ആക്കിയത്. ഞങ്ങൾ ആദ്യം ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു, അതിനകത്തൊന്ന് പരിചയപ്പെട്ട് അങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്. പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അഭിലാഷ് ഏട്ടനാണ് തോതിലാക്കിയത്. അഭിലാഷ് ഏട്ടൻ വിളിച്ചിട്ടാണ്. അപ്പൊ ഇതിനു മുന്നേ ഷോർട്ട് ഫിലിം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിനു മുമ്പ് ഒരു ഫിലിം ചെയ്തായിരുന്നു, അഭിലാഷൻ ടോട്ടിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ആ ഒരു എക്സ്പീരിയൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഹഫ്സീബിക്ക് ആണെങ്കിലും ജെറിച്ചേട്ടനാണെങ്കിലും എല്ലാവരും നല്ലോണം എല്ലാവരും പറഞ്ഞു തരുമൊക്കെ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരികയും നല്ല സമയമെടുത്തൊക്കെ ചെയ്യിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞു. അതുവരെ അവര് വെയിറ്റ് ചെയ്തല്ലോ അരിമണി വിടക്കുമ്പോ. ഇങ്ങനെ നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഈ ഒരു മൂവിയുടെ പ്രൊമോഷനിലേക്ക് ഏറ്റവും കൂടുതൽ വരണം എന്ന് ആഗ്രഹിച്ച 3 പേര് ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. മലയാളത്തില് 80s മോഹൻലാലിന്റെ ഒക്കെ ഒരു ഫേസ് കട്ടുള്ള ഒരുപാട് സ്റ്റാറുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ജോബൻ ജേക്കബ്. എറണാകുളംകാരനാണ്, ആസിഫ് കോഴിയാണ് അദ്ദേഹം ഈ മൂവിയിലേക്ക് വരുന്നത്. നിങ്ങൾ ഫ്രെയിമിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയ്ക്കും വലിയൊരു ആർട്ടിസ്റ്റിനെയാണ് കഴിഞ്ഞ ജൂലൈ 30 നമ്മളെ ഉരുൾപൊട്ടലിന്റെ തലേന്ന് പെയ്ത മഴ ഉണ്ടല്ലോ, അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ടെറസിന്റെ മുകളിൽ കയറിയ ആളുടെ കാല് തെന്നി വീണു, അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. ഞങ്ങൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ആ ഒരു ഇതിങ്ങോട്ട് റിക്കവർ ആയിട്ടില്ല. 3 പേരാണ് ഞങ്ങളുടെ വിട്ടുപോയത്. ഈ സിനിമ ഞങ്ങൾ പറഞ്ഞല്ലോ 2 വർഷത്തോളമുള്ള ഞങ്ങളുടെ പ്രയത്നമാണ്. ഇതിനിടയിൽ 3 ആളുകളാണ് ഇവിടെ പറഞ്ഞത്. അത് വളരെ ഒരിക്കലും നമ്മളുണ്ട് ചില ആൾക്കാർ മരിക്കുമ്പം ഇവരല്ല മരിക്കേണ്ടത് അങ്ങനെ തോന്നിപ്പോകുന്ന, ഇവർ മരിക്കരുതായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ. അതാണ് ഇത് തട്ടേ കയറിയാൽ ഒരുപാട് അവസരങ്ങൾ ഉറപ്പായിട്ടും കിട്ടുന്ന, നമുക്ക് ഒരുപാട് വിശ്വാസമുള്ള ഒരു ആർട്ടിസ്റ്റാണ് നഷ്ടപ്പെട്ടു പോയത്. പിന്നെ എപ്പോഴും വിളിച്ച് ചോദിക്കും ഇങ്ങനെ പ്രൊമോഷൻ ഭാഗമായിട്ട്. എനിക്കിപ്പോൾ എറണാകുളത്ത് നമുക്ക് ആരും ഇല്ല എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ജനുഭായ് എന്താ പരിപാടിയൊക്കെ ചെയ്യേണ്ടത്, നമുക്ക് എറണാകുളത്ത് ഞാൻ കുറച്ച് ഡയറക്ടേഴ്സിനോടും ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
നമ്മൾ പ്രൊമോഷന്റെ കാര്യം വേഗത്തിൽ നോക്കണം. ആ രീതിയിൽ എപ്പോഴും എല്ലാ ഞായറാഴ്ചകളിലും വിളിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത്ര ക്ലോസ്. ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ പുള്ളിയുടെ റൂമിലായിരുന്നു താമസവും കാര്യങ്ങളൊക്കെ. അത്ര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ എന്താ പറയുക, ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമ്മളെ ഒരു കുടുംബത്തിലെ നമ്മുടെ സഹോദരനെ പോലെ ഒരു ഫീലിലേക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെട്ടൊരു മനുഷ്യനാണ് ജോബൻ ജേക്കബ്. മറക്കാൻ പറ്റില്ല ഈ ഒരു ഇതില്. അയാളെ മരണം കഴിഞ്ഞു. ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും കൊണ്ട് വിട്ടുമാറുന്നതിന് മുമ്പെയാണ് അൻഷിദ് എന്ന് പറഞ്ഞ സുഹൃത്ത് മരിച്ചത്. ഇതിൽ അഭിനയിച്ച 30 വയസ്സ് മാത്രമേ ഉള്ളൂ ആൾക്ക്. സ്ട്രോക്ക് വന്ന് പ്രഷർ. നല്ല പാട്ടുകാരനാണ്. പല മീഡിയാസിലൊക്കെ നല്ല ആൽബം സോങ്ങും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നല്ല ശബ്ദത്തിനുടമയാണ്. നല്ലൊരു ആക്ടിങ് സ്കില്ലുണ്ട് അയാൾക്ക്. നല്ല തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാ സോണിലും ആൾ ഓക്കെ ആയിരുന്നു. പെട്ടെന്ന് അയാളുടെ മരണം കൂടി ആയപ്പം ഞങ്ങൾക്ക് ഇതെന്താ സംഭവിക്കുന്നതെന്ന് ഓർമ്മയില്ലാത്ത എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടി സങ്കടം പറയുന്ന ഒരു അവസ്ഥയായി മാറി. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ഇത് തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കണം എന്നുള്ള ഒരു ഉറച്ച ഒരു പോസിറ്റീവ് സംഭവം അവിടെ നിങ്ങോട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരേ വൈബായി തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ ഇത് തിയേറ്ററിൽ കാണിക്കണം എന്നുള്ളൊരു സംഭവം. അതിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം ഞങ്ങൾ തന്നെ. പുറത്തൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഞങ്ങളുടെ പ്രയത്നങ്ങൾ തന്നെ. ഇപ്പോൾ ജെറിൻ പറഞ്ഞല്ലോ, എല്ലാം ഒരാൾ ഒരു മൾട്ടിയാണ്. അതുപോലെ പാട്ട് പാടി ഒക്കെ മീൻസ് നിങ്ങൾ തന്നെ കുറെ ജോലികൾ ചെയ്തു. അതെ 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 അതെ. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു എൻ വഴി തനി വഴി എന്ന് പറയുന്നത്. ഡയറക്ടർ പറഞ്ഞപ്പോൾ പറയാ DOP ചെയ്തത്, എഡിറ്റിംഗ് ഒക്കെ ചെയ്തത് തന്നെ ഡയറക്ടർ തന്നെയാണ്. കംപ്ലീറ്റ് പോസ്റ്റ് പ്രൊഡക്ഷനും തനിച്ച് ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററിൽ എത്തുന്ന വരെയുള്ള എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷനും തനിച്ച് ചെയ്തെന്നുള്ളൊരു സന്തോഷം. സിനിമ ചെയ്യുമ്പോൾ ഇതൊരു തീർച്ചയായിട്ടും ഏത് ഒരു പ്രൊഡ്യൂസർ വന്നാൽ, ഒരു പ്രൊഡ്യൂസർ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള എന്താണ്, ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ വെറുതെ ഒന്നും അറിയത്തില്ലാതെ നമ്മളൊരു സംഭവത്തിലേക്ക് എൻട്രി ചെയ്യുമ്പം ഒരുപാട് എക്സ്പെൻസ് നമുക്ക് വരും. അതെല്ലാം കട്ട് ചെയ്ത് എവിടെ പൈസ മുടക്കണം, എവിടെ പൈസ മുടക്കണ്ട എന്ന് പറയാനായിട്ട് കൃത്യമായിട്ട് നമുക്ക് പറ്റും. അതായത് ഇപ്പോൾ ഒരു 10 കോടി ബജറ്റുള്ളൊരു വർക്കിനെ ഒരു 3 കോടി 3.5 കോടിക്കുള്ളിൽ നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത്രത്തോളം നമ്മൾ ഇതിൻ്റെ ഒരു ലെങ്ത് മാത്രമല്ല, മൂവി ലെങ്ത് മാത്രമല്ല, എത്ര സീനുകൾ, എത്ര ഷോട്ടുകൾ, എത്ര പേജ് ഓഫ് സ്ക്രിപ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഷൂട്ടിൽ ശ്രദ്ധിക്കണം, ക്യാമറ, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ആ ഒരു കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഈ ടീമിലാണെങ്കിലും നമ്മളൊരിക്കലും ഒരു എന്താ പറയുക ഒപ്പിച്ചെടുക്കുന്ന ഒരു സംഭവമില്ല. എടുത്തിട്ട് പോയാൽ മതി. നമ്മളിത് ബഡ്ജറ്റിന്റെ അല്ല വിഷയം, ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കുക. എനിക്കല്ല ഇതിന്റെ പഴയ എനിക്ക് കേൾക്കുന്ന മാത്രമല്ല, ഒരു 10 വർഷം കഴിയുമ്പം ഇവരെ തന്നെ ചിന്തിക്കുക എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ളൊരു ഫീൽ വരാൻ പാടില്ല. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്തെങ്കിൽ എനിക്ക് 10 വർഷം കഴിയുമ്പോൾ ആ സംഭവം കാണുമ്പോൾ അത് ഞാൻ അന്നത്തെ കാലത്ത് ചെയ്തു വെച്ചതാണെന്ന് പറയാൻ പറ്റും കോൺഫിഡൻസോട്. അപ്പൊ അതും നോക്കിയിട്ട് തന്നെ ചെയ്തത്. ഡബ്ബിങ്ങിലാണെങ്കിൽ പോലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ ഒരു സംഭവത്തിനോ ഡബ്ബിങ്ങിനോ ഫോളോയോ മറ്റൊരു സംഭവം എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഒന്നിനും ചെയ്തിട്ടില്ല. എല്ലാത്തിലും ഡെബ്യൂട്ട് എക്സ്പീരിയൻസ് ആണ്. അപ്പം അത് മാക്സിമം ടൈം എടുത്ത് ഒരു റൂമിനുള്ളിലാണ് ഡബ് ചെയ്തത്. ഒരു സ്റ്റുഡിയോ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആ സംഭവം ചെയ്തപ്പം ആ സിങ്ക്, അവരുടെ മോഡുലേഷൻസ് ടൈം എടുത്ത് ഓരോ ആർട്ടിസ്റ്റിനെയും വിളിച്ച് അവർക്ക് വേണ്ടി ടൈം കൊടുത്ത് ചെയ്യിപ്പിക്കുക. സ്റ്റുഡിയോയിൽ ഡബ് ചെയ്യുന്ന ഒരു സെറ്റപ്പിലല്ല നമ്മളിത് ചെയ്തത്. സ്റ്റുഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പൈസ നോക്കും, ഇത്ര മണിക്കൂറിന് ഇത്ര പൈസ പോകുന്നു. നമുക്കതില്ല. ഫുൾ എക്യുപ്മെന്റ്സ് ഉണ്ട്, സൗണ്ട് കാർഡ് അടക്കം, മൈക്ക്, മറ്റെല്ലാം ഉണ്ട്. ആർട്ടിസ്റ്റ് വരിക, സമാധാനത്തിൽ അവരുടെ പോർഷൻസ് ചെയ്യുക, പോവുക. നമ്മളവിടെ പ്രസന്റ് ആയിരിക്കും, നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ്സും അവിടെ ഉണ്ടാവും. ക്വാളിറ്റി വർക്ക് കൊടുക്കുക, അതാണ് എൻ്റെ ഒരു സംഭവം. ഇതിൽ ശരിക്കും ഒരു കാസ്റ്റിംഗ് കോൾ ഞങ്ങൾ വെച്ചിട്ടില്ല. അപ്പോൾ ജെറി എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടപ്പോൾ ജെറിനോട് വെച്ചു നമുക്ക് ഇയാളുടെ അച്ഛനായിട്ട് ഇതേ ഒരു ബോഡി ലാംഗ്വേജ് കിട്ടുന്ന ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അഭിലാഷിന് ഓർമ്മ വന്നു. നമ്മളെ നരിക്കിനിക്കാരൻ അഭിലാഷ് ഉണ്ടല്ലോ, അങ്ങനെയാണ് അങ്ങനെ കിട്ടുന്നത്. അല്ല, ഞാനേ എന്താ പറയുക, ഇതില് ഇന്ന അസീവ് വിളിച്ചപ്പോൾ നമ്മളിങ്ങനെ കോമഡി ഉത്സവത്തിലുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മളെല്ലാവരും നേരത്തെ പരിചയമാണ്. ഞാൻ പിന്നെ നരിക്കിനിയാണല്ലോ, അപ്പോൾ തൊട്ടടുത്താണ് അസീബും. അപ്പം നമ്മൾ പിന്നെ നരിക്കിനി ഒരു ദിവസം വൈകുന്നേരം അങ്ങനെയാണ് തോന്നുന്നു വിളിക്കുന്നില്ലേ. അപ്പോൾ അസീബ് വിളിച്ചാൽ എന്നോട് തന്നെ ഇയൊന്ന് വേമ്പാ ഒരു സിനിമേൻ്റെ ഇതുണ്ട്. അപ്പം ഞാൻ സിനിമയെ ചെപ്പോഴും മുമ്പൊക്കെ നമ്മൾ നേരം വിളിച്ചില്ലല്ലോ. അപ്പം നമ്മൾ ഒരു മുണ്ട കൊടുത്തോടെ ഒന്ന ലുക്കിൽ ഞാൻ അങ്ങാടിയിലെ കാടി നിന്ന്. അപ്പോൾ ജെറിൻഭായി ഒന്ന് ഇന്ന അടിമുടി ഒന്ന് നോക്കി. അപ്പം ഞാനപ്പോഴും ആ ലുക്കിൽ തന്നെ അങ്ങനെ നിന്ന്. അപ്പോൾ അച്ഛനാണോ എന്താണോ എന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് മൈൻഡിൽ നിന്ന് വിട്ട്. സിനിമ അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ വിട്ട്. പിന്നെ ഒരു സുപ്രഭാതത്തിലുണ്ട് വിളിക്കുന്നത്, ഇയാണ് അച്ഛൻ. അത് വേറെ കാര്യമുണ്ട് കേട്ടോ. ഞാൻ അസീബ് അഭിലാഷേട്ടന്റെ ഫോട്ടോ കാണിച്ചപ്പം
ഇത്ര ഏജ് കുറഞ്ഞൊരു അപ്പനെ ഒരിക്കലും പോസിബിൾ ആവൂല. കാരണം നമ്മള് കഥ ഇങ്ങനെയാണ്. അല്ല അങ്ങനെയല്ല, അല്ല അതിനല്ല, എനിക്ക് ഫസ്റ്റ് ടൈമിലുണ്ടല്ലോ ഞാനും കൂടെ ഉണ്ട്. ഇത്ര ഏജ് ഉള്ള ആളെ ഒരു അപ്പനായിട്ട് നമുക്ക് പറ്റൂല, ഒരു വേറെ കാശ് നോക്കാം ഒരു മൈൻഡില്. അപ്പൊ നീ വാന്ന് പറഞ്ഞു പുള്ളി വിളിച്ചു. പുള്ളി ഒരു മുണ്ടൊക്കെ കൊടുത്തു, ഒരു പച്ച ഉടുപ്പ് കളങ്കള ഷർട്ട് ഇട്ടാണ് ഷർട്ട് അതെ പുള്ളിയുടെ ആ ലുക്കും കഷണ്ടിയും പിന്നെ ആ ഒരു ഇനി മാറ്റുന്നതാണല്ലോ. രാജ്ബി ഷെട്ടി. അപ്പൊ ഞാനത് കണ്ടപ്പോ പുള്ളിയുടെ ആ ഒരു ക്ഷീണവും ഇതെല്ലാം കണ്ടപ്പോ ഓക്കെ ഈ ക്യാരക്ടർ ഓക്കെ ആണെന്നുള്ള രീതിയിൽ പിന്നെ മേക്ക് ഓവറിൽ കറക്റ്റ് മെയിൻറ്റെയിൻസ് ചെയ്തു. അങ്ങനെയല്ലടാ, ഒരു ഏജിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ പറയാൻ ഇവിടെ പലരും വെളിപ്പെടുത്തേണ്ടി വരും, പലരും ഇവിടെ വെക്കേണ്ടി വരും. ഞാൻ മാത്രല്ല, പിന്നെന്താ നമ്മൾക്ക് സ്റ്റേജിലും ചാനലൊക്കെ കളിക്കുന്നതല്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ പൊട്ടിയിട്ട് തേച്ചില്ലെങ്കിൽ ആൾക്കാർ പറയൂലേ തന്തനാണ് കുട്ടി കൊണ്ടുവന്നത് പാട്ട് കാണാനും. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ പറഞ്ഞു അയൽക്കാരനായിട്ട് നമുക്ക് ഒരു ഒരു വിനായകൻ ടച്ചുള്ള ഒരാളെ കിട്ടുമെന്ന്. വിനായകനെ തന്നെ തരാന്ന് എന്തിനാ അതേപോലത്തെ അതിനെ അടിച്ച് മാറ്റി തരാൻ സാറേ എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണ് ബിജുലാലിലേക്ക് എത്തുന്നത്. വിനായകൻ സംസാരിക്കുന്നത് എന്തോ പറയാൻ. അല്ല, ഞാനും അതേപോലെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഈ സിനിമ തിയേറ്ററിലേ വരുന്നതെന്ന് അറിയുമ്പം തന്നെ വളരെ സന്തോഷം. കാരണം ഞാനും അസീബിനെ പരിചയപ്പെടുന്ന അസീബ്, അഭിലാഷ്, ശോഭിത്ത് എല്ലാവരും ഞങ്ങൾ കോമഡി ഉത്സവം താരങ്ങളാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതിനെ ഞങ്ങളൊരു വലിയൊരു കുടുംബം പോലെയാണ്. ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊക്കെ സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള പല ഇൻ്റർവ്യൂസിനും കാര്യങ്ങളും ഓഡിഷനൊക്കെ പോയതാണ്. ഞാനൊക്കെ ഇവിടുന്ന് എറണാകുളം വരെ പോയിട്ട് അവിടുന്ന് നേരിട്ട് വരണം എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ട് 3 ലക്ഷം രൂപ എന്നോട് ചോദിച്ച ഒരാളാണ്, ഡയറക്ടറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നേരത്തെ പറയായിരുന്നെങ്കിൽ ഈ യാത്ര ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം നമുക്ക് പൈസ ഞാൻ പറഞ്ഞു അങ്ങോട്ട് തന്നിട്ടില്ലെങ്കിലും ഇങ്ങോട്ടൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ അഭിലാഷിനെ വിളിച്ച് എന്നോട് നമ്മളെ അസീബിനെ വിളിച്ചിങ്ങനെ ഒരു ദിവസം പറഞ്ഞു, എടാ അങ്ങനെ ഒരു സിനിമ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ചെറിയൊരു സിനിമയാണ്, ഒരു OTT പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു. അന്ന് എന്നോട് പറഞ്ഞത് OTT പ്ലാറ്റ്ഫോമാണ്, അങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിനക്ക് നല്ലൊരു ക്യാരക്ടറുണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ എന്തായാലും ധൈര്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ക്യാരക്ടറും കാര്യങ്ങളും ഡയലോഗൊക്കെ എനിക്ക് അയച്ചു തന്ന് അത് നമ്മളത് അതേപോലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിന് മുന്നേ തന്നെ ബൈഹാർട്ടാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യും. പിന്നെ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരാനല്ലാണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇതുപോലെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞ പോലെ അസീ പറഞ്ഞ പോലെ ഇത്രയും നല്ലൊരു എന്താ പറയുക വൃത്തിക്ക് ചെയ്ത് ഡബ്ബിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ വൃത്തിക്ക് ചെയ്ത് തിയേറ്ററിലേക്ക് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി കാണുന്ന നിങ്ങളാണത് വിലയിരുത്തേണ്ടത് എങ്ങനെയുണ്ട് എന്നുള്ളത്. അഭിനയമാണെങ്കിലും എഡിറ്റിങ്ങും എല്ലാം നമ്മൾ തന്നെയാണ്. എല്ലാവർക്കും എക്സൈറ്റ്മെൻ്റ് ആണിത്. ഞങ്ങളൊക്കെ പുതുമുഖങ്ങളാണ്. അപ്പോൾ സിനിമയിലൊരു ഡയലോഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് പേഴ്സണലി എനിക്ക് നോക്കുമ്പോൾ അത് വളരെ എനിക്ക് എന്താ പറയുക എൻജോയ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിനുപരി നമ്മളെ ഈ കൂട്ടായ്മയുടെ ഈ സിനിമ ഒരു വിജയമായി മാറുമ്പോൾ അത് ഇരട്ടി മധുരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തിക്കുന്നത്. ജനുവരി 10 തിയേറ്ററിലേക്ക് വരികയാണ്. എല്ലാവരും കാണാൻ മാക്സിമം ശ്രമിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സിദ്ദിഖിലേക്ക് എത്തുന്നത് നായികയുടെ അച്ഛനായിട്ട് നമുക്ക് ഒരാൾ വേണമെന്ന് പറയുന്ന സമയത്ത് ഞങ്ങളൊരു റിലേറ്റീവും കൂടിയാണ് സിദ്ദിഖ. അപ്പോൾ സിദ്ദിഖ ഇടക്ക് എന്നോട് പറയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് കുണ്ട ചങ്ങായിയേ എന്തെങ്കിലുമൊക്കെ പറയും ഇങ്ങോട്ട് അങ്ങനെ പറയൂ. ഒന്ന് നിങ്ങൾ സംസാരിക്കാൻ ബാസ് ഒന്ന് കേൾക്കട്ടെ സൗണ്ടിന്റെ ഒരു പൊടിക്കാൻ കൂടെ മറിയാം എന്നെ ഫർഗീസിനെ കിട്ടും. അടിച്ചതാരാണ്ടാ അതൊന്ന് പറഞ്ഞു നോക്കി. അപ്പോ അസീഫ് പറഞ്ഞൊക്കെ ശരിയാണ്. ഒരച്ഛനെ വേണമെന്ന് പറഞ്ഞു പെട്ടെന്ന് എന്നോട് എടുത്തിട്ട് ഒരച്ഛനായിട്ട് റോള് എടുക്കണമെന്ന്. അച്ഛനായിട്ടെങ്കിൽ അച്ഛന്, കാരണം തീരെ കിട്ടാത്തവൻ അച്ഛൻ വലുതല്ലേ. അപ്പോൾ അച്ഛനായിക്കോട്ടെ എന്നുള്ള ആൾക്ക് അച്ഛൻ്റെ റോൾ എടുക്കാൻ പോയതാ. അപ്പോൾ ഈ പടത്തിൻ്റെ വിജയം അല്ലെങ്കിൽ ഈ പൈസൻ്റെ 1.5 ലക്ഷം ഉറുപ്പ്യ എന്നൊക്കെ പറഞ്ഞു കണ്ടാണല്ലോ ഇപ്പോൾ തുടക്കം. ഈ 1.5 ലക്ഷം ഉറുപ്പ്യ 1.5 ലക്ഷമല്ല 1.5 കോടിയിലധികം ഇതിന് 1.5 കോടിയല്ല 2 കോടി 3 കോടിൻ്റെ ഒക്കെ ചിലവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് ഈ 30-32 ആളുകളെ പ്രയത്നം മാത്രമാണ്. 12 വർഷമായി ഈ പടം തുടങ്ങിയിട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. 12 വർഷത്തോളമായി. ഈ 12 വർഷം മുതൽച്ച് പണിയെടുക്കുന്ന 2 പേരുണ്ട് ഇതിൽ. അവരെ കണക്ക് കൂട്ടിയായി ഈ പറഞ്ഞ കോടികളായി. പക്ഷേ നമ്മളെ പടത്തിന് ചിലവ് 1.5 ലക്ഷം രൂപയാണ്. അപ്പം
ഒരു കാര്യം ഉറപ്പാണ്, ആളുകൾ സഹകരിച്ചാലും നമ്മൾ ഒരുമിച്ച് നിന്നാലും 1.5 ലക്ഷം കൊണ്ടും 1 ലക്ഷം കൊണ്ടും പടം എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ജനങ്ങളെ കാണിച്ചു കൊടുക്കുക എന്നതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ലക്ഷ്യം. അതേ സ്ഥാനത്ത് 10 കോടി മുടക്കിയിട്ടും 5 കോടി മുടക്കിയിട്ടും 50 കോടി മുടക്കിയിട്ടും പെട്ടി കിടക്കുന്ന പടങ്ങൾ ഇപ്പോഴും കിടക്കുക. പെട്ടിൻ്റെ അകത്ത് കിടക്കുന്ന 10 കണ്ടമാനം പടങ്ങളുണ്ട്. ഈ പാവപ്പെട്ട ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 4 തിയേറ്ററിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ 10-ാം തീയതി ഇറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കഴിവ് തന്നെയാണ്. അതിനെല്ലാവരും സഹകരിക്കുക. എന്താണ് ഈ 1.5 ലക്ഷം കൊണ്ട് ഉണ്ടാക്കിയത് എന്ന് കാണാനെങ്കിലും ആളുകൾ വരുമല്ലോ. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് 1.5 ലക്ഷം കൊണ്ട് പണം എടുപ്പിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് അന്ന് മനസ്സിലാവും. ഇത്ര മാത്രം. മനപ്പാടം പഠിച്ചിട്ടുണ്ടോ? പോലെ മാസ് അല്ല, കൊല മാസ് അല്ല. അതിൽ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനത്തെ കൂട്ടായ്മയൊന്നും സിനിമാ മേഖലയിൽ ഉണ്ടാവില്ല. കാരണം സിനിമാ മേഖലയിൽ ഒരുത്തം വളരുന്നേരം മാറ്റം വലിച്ച് താഴ്ത്തിടും. ഞങ്ങൾക്ക് അങ്ങനല്ല. ഓൻ പൊന്താണ്, ഓൻ്റെ അടിയും ഞാനൊരു ഏണി വെച്ചിട്ട് ഓനെ പിന്നെയും പൊന്തി. അല്ല, ഇതിനൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ പ്രതിബന്ധം എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ കഥയുണ്ടാവും, തിരക്കഥയുണ്ടാവും, അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മളൊക്കെ ഒന്ന് നമ്മളെ ഈ ഇതേപോലെ ക്യാൻവാസിൽ വരച്ച് കാണിക്കാൻ ഒരു അവസരം തരേണ്ടത് നമ്മൾ ഈ പണച്ചാക്ക്. വേറൊരു കാര്യമുണ്ട്, മുമ്പെടുത്ത് ഇല്ലാത്ത സാധനമാണ്. അതെ, പൈസ ഉണ്ടെങ്കിൽ ഇമ്പളെന്ന് മറ്റേ KGF പോലുള്ള സിനിമ എടുക്കൂലേ, ഇയാളെ കൊണ്ട് ഇരിക്കുകയും ചെയ്യും. അതാണ് പറയുന്നത്. നമുക്ക് തിരിച്ചു വരാം. ആടെ പുഴുങ്ങാണ്, അടുക്കിരുന്ന് പുഴുങ്ങുകയാണ്. തിരിച്ചു പൊക്കോ. ഇപ്പൊ സിനിമകൾ ഒരുപാട് ചർച്ച, ഇപ്പൊ നമ്മളെ പ്രേക്ഷകന്മാർ ഈ സിനിമ മാറി എല്ലാ സിനിമേന്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ഒരു സിനിമ വരുമ്പം അതിന്റെ ഡയറക്ഷൻ, സ്ക്രിപ്റ്റിങ്, സോങ്ങുകള്, അതിന്റെ ക്യാമറ ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുടെ സിനിമ എത്തുന്നത്. അപ്പം അത് ഏത് രീതിയിൽ പ്രേക്ഷകൻ മനസ്സിലാക്കുന്നാണ് തോന്നുന്നത്? നമ്മളിപ്പോ സമീപ ഭാവിയിൽ എടുത്തു വെച്ച സിനിമയെക്കാളൊക്കെ മികച്ച ഒരു കണ്ടന്റ് ഉള്ള ഒരു വർക്കാണ്. അഭിനയിച്ചവരാരും അവരുടെ റോളുകൾ മോശമായിട്ടോ സീരിയസ് ഇല്ലാതെ ചെയ്തിട്ടില്ല. വളരെ എന്താ പറയുക, അച്ചടക്കത്തോടു കൂടിയിട്ട് ആ ഒരു ക്യാരക്ടറിനകത്ത് അവർ ഇറങ്ങി വന്ന് ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ക്വാളിറ്റിയിൽ ഒരിക്കലും ഇപ്പോൾ വലിയ സിനിമ വരുന്ന അതേ എക്സാക്ട് ക്വാളിറ്റി തന്നെയാണ് ഈ സിനിമ തിയേറ്റർ വരുന്നത്. ഇത് തമ്മിലൊരു 5% ഗ്യാപ്പ് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ഡബ്ബിങ് പോലും എക്സാക്ട്ലി അവരെന്താണ് സ്റ്റുഡിയോയിൽ ചെയ്തത് അത് തന്നെ നമ്മൾ ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തു. ഫോളോ ചെയ്തിരിക്കുന്നത് റൂമിലാണ്, ബട്ട് അത് ഡിഫറെൻ്റ് ചെയ്യാത്ത വിധത്തിൽ നമ്മൾ മാസ്റ്റർ ചെയ്ത്. ഇത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ ഒരു മൂവിയുടെ ഒരു ഔട്ട്പുട്ട് പോലെ തന്നെയാണ്. ഇത് സറൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. സറൗണ്ട് മിക്സ് കഴിഞ്ഞാൽ വലിയ കോസ്റ്റ് മുടക്കുന്നതാണ്, പക്ഷെ നമ്മളിത് അതിനുവേണ്ടി പഠിച്ച് ചെയ്തു. കാരണം നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. നമ്മളൊരാളെ ആശ്രയിക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കര കോസ്റ്റാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിനിമകളിൽ വളരെ വലിയൊരു എന്താ പറയുക സ്കാം നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞിട്ട് സറൗണ്ട് മിക്സിൻ്റെ ഒരു സംഭവം കാണിക്കും. അത് എത്ര വലിയ റെപ്യൂട്ടഡ് ഡയറക്ഷൻ ആയാലും എത്ര വലിയ പ്രൊഡക്ഷൻ കമ്പനി ആയാലും ഒരു 70-80% സിനിമകളും സെൻട്രൽ ചാനൽ മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ബാക്ക് സ്റ്റീരിയോ, ബാക്ക് സൈഡിലേക്കുള്ള സ്പീക്കേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കല്ല. എന്ന് വെച്ചാൽ പ്രോപ്പർ സറൗണ്ട് മിക്സ് അല്ല, പ്രോപ്പർ മിക്സിംഗ് അല്ല. ഇതിനെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ബഡ്ജറ്റിൽ 1.5 lakh rupees ഒരു മൂവി 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഫാമിലി ഡ്രാമ. നമ്മൾ വലിയ അവകാശവാദങ്ങളോ അങ്ങനെ ഒന്നും നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ആ ഒരു സംഭവം നമ്മൾ എൻട്രി ചെയ്യുമ്പം അത് എക്സാക്ട്ലി നമ്മളൊരു വലിയ സിനിമയുടെ എക്സാക്ട് ക്വാളിറ്റി തന്നെ, ലൈറ്റിങ്ങും സൗണ്ടും എല്ലാം ഉള്ള ഒരു കളർ ഗ്രേഡിങ് അടക്കമുള്ള എല്ലാ കോമ്പോസിഷൻസും ഉള്ള ഒരു വർക്കാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ CP3 ലെൻസ് പോലുള്ള വലിയ ലെൻസുകൾ റെൻറ്റ് ചെയ്തിട്ടാണ് നോർമലി സിനിമകൾ പോകുന്നത്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഫോട്ടോഗ്രാഫിക് ലെൻസുകളാണ്. ഒരിടത്തും CP3 ലെൻസ് വലിയ ഹെവി ക്വാളിറ്റി ലെൻസുകൾ യൂസ് ചെയ്തിട്ടില്ല. അരിയലക്സ പോലുള്ള വലിയ ക്യാമറകൾ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഗ്രേഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു അതിനെ നമ്മൾ എക്സാക്ട്ലി നമ്മൾ മാച്ചപ്പ് ചെയ്തു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി വിഷ്വലി നമ്മൾ തിയേറ്ററിൽ വരുമ്പം ഞാനിപ്പോ പറഞ്ഞ എന്താണെന്നുള്ളത് അന്നേരമാണത് വിഷ്വലി മനസ്സിലാവും. എന്തായാലും ജനുവരി 10 സിനിമ റിലീസ് ആവുന്നത്. അപ്പൊ നിങ്ങൾ 1.5 ലക്ഷം രൂപയ്ക്ക് ഇവരുടെ എന്ത് ക്വാളിറ്റിയിലാണ് ആ സിനിമ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്, നമുക്ക് എല്ലാവരും ആ ദിവസം പോയിട്ട് സിനിമ കാണുക, അഭിപ്രായങ്ങളൊക്കെ ഇവരെ അറിയിക്കുക എന്ന് വെച്ചാൽ പുതിയ ആളുകൾക്ക് ഒരു പ്രചോദനമാണ് ഈ സിനിമ എന്ന് പറയുന്നത്.
നമ്മൾ സീരിയസ് ആയിട്ട് സിനിമയെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പൊ കോമഡി ഉത്സവത്തിൽ ഒരുപാട് പേര് ഇതിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു മിമിക്രി അങ്ങ് ചെയ്താലും തുടങ്ങാം. ചെറിയൊരു ശബ്ദാനുകരണം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വന്നതല്ല, എന്നാലും ഇങ്ങനൊരു അവസരത്തിൽ നമ്മളെല്ലാവരും സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു ശബ്ദാനുകരണം. ഇത് കുറച്ച് വരാനാ തന്തം വെച്ച് കുടംപൊളിയിട്ട് വെച്ചാലേ കലക്കും. കക്കൂസിന്ന് ചൂണ്ടയിട്ട് പിടിച്ചതാ. ഇന്നാണ് നമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിൻ്റെ അച്ഛൻ രമേശനാണോ ബാബുവാണോ എന്നറിയാം. ഓരോ ഈ ശശിചേട്ടന് കുന്നമംഗലത്താണല്ലോ. അപ്പോൾ ഞാനവിടെ ഫ്ലക്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു ദിവസം ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാ. അപ്പോൾ ശശിചേട്ടൻ ഉണ്ട് അവിടെ കൗണ്ടറിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. നല്ല ഹൈറ്റും ഉണ്ടല്ലോ ഇയാൾക്ക്. അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ പെട്ടെന്ന് ഞാനും എൻ്റെ കൂടെ ഷെരീഫും ഉണ്ട് നമ്മളെ. ശശിചേട്ടാ പറഞ്ഞു ഈ സാധനം അവിടെ വന്ന് അത് പുള്ളിയുടെ ഒരു ഇതാണ്, മാസ്റ്റർ പീസാ. ഒരു കണ്ണിറുക്കിയിട്ട് എന്താ പറയില്ലേ. അപ്പോൾ ഇനി അടുത്ത മോഹൻലാലിന്റെ സൗണ്ട് നമ്മൾ കേൾക്കാൻ പോവാണ്. എന്താ പറയണ്ടേ? ഞാൻ മോഹൻലാലിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറഞ്ഞു. അതെ, അപ്പം മോഹൻലാൽ സാർ ഡയറക്ട് ചെയ്തിട്ട് ഒരു ബറോസ് എന്ന സിനിമ ഇപ്പൊ തിയേറ്ററിൽ എത്തുകയാണ്. അപ്പൊ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് സാറിന്? ആദ്യം മോളെ പേരെന്താണ്? എന്റെ പേര് സംഗീത. ആദ്യം നമുക്ക് സംഗീതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം അല്ലേ. ഇപ്പം ലൈഫ് എന്ന് പറയുന്നത് ഒരു സംഗീതം പോലെ ഒരു താളാത്മകമായിട്ട് കണ്ടു നോക്കൂ. വളരെ ആസ്വാദ്യകരമായിരിക്കും അല്ലേ? മോൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട്. ഇനി ബറോസിലേക്ക് വരാം. എൻ്റെ ആദ്യത്തെ ഒരു ഡയറക്ഷൻ ആണ്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു പെർസ്പെക്റ്റീവിലാണ് എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ VFXും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് പുറത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് 3Dയിലാണ്. കുട്ടികൾക്ക് നല്ല നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എയിം ചെയ്തിരിക്കുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അത് എല്ലാവരും തിയേറ്ററിൽ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക. സിനിമ കൂടുതലൊക്കെ എന്താ പറയുക, പ്രേക്ഷകരാണല്ലോ അതിൻ്റെ വിധി എഴുതേണ്ടത് അല്ലേ. ഒരു സിനിമയുടെ പിറകിൽ ഇപ്പോൾ ഞാൻ മാത്രമല്ല അല്ലേ, ഒരുപാട് പേരുടെ. അപ്പോൾ ഒരു എൻ വഴി തനി വഴി എന്ന സിനിമയാണെങ്കിലും അതിന് പുഷ്പ 2 ആണെങ്കിലും മറ്റേത് സിനിമയാണെങ്കിലും ശരി, അതിപ്പോൾ അതിൻ്റേതായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഒരുപാട് പേരുടെ അഘോരാത്രമുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സിനിമ മേക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഒരു സിനിമയുടെ വിജയം. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അതിൻ്റെ പരാജയം അല്ലേ. അപ്പോൾ ഒരാളുടെ മേൽ വിജയിക്കുകയാണെങ്കിൽ അത് ഡയറക്ടറുടെ സിനിമ, തോൽക്കുകയാണെങ്കിൽ അത് സിനിമ താരത്തിൻ്റെ പാകത എന്നൊന്നും പറയുന്ന കാര്യമില്ല അല്ലേ. മോൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? എനിക്ക് സിനിമ എന്ന് പറയുമ്പോൾ ഒരു ടീമല്ലേ ഉണ്ടാകുന്നത്. തീർച്ചയായും ടീം വർക്കാണ് അല്ലേ. ടീം വർക്കാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. ടീം വർക്കാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സിനിമകളും വിജയിക്കട്ടെ, എല്ലാ മലയാള സിനിമയിൽ സുവർണ്ണ കാലഘട്ടം തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ കാര്യം. ഇപ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ ഇവിടെ വന്നിട്ട് ഈ നമ്മുടെ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ ഡയലോഗ് പറയുകയാണെങ്കിൽ, ഈ സിനിമയുടെ പേര് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, എൻ വഴി തനി വഴി. അങ്ങനൊരു പേര് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്നത് രജനീകാന്തിൻ്റെ പടയപ്പ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ മാസ് ഡയലോഗാണ് ഓർമ്മ വരുന്നത്, എൻ വഴി തനി വഴി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഒരു ഫാൻ ബേസ് ആയിട്ടുള്ള ഒരു സംഭവമാണോ, രജനീകാന്ത് സാറിൻ്റെ ഫാനിൻ്റെ ഒരു സ്റ്റോറിയാണോ? തീർച്ചയായിട്ടും അല്ല. അതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞല്ലോ നേരത്തെ. ഇന്നത്തെ കാലത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ വഴി തനിവഴി ടീമിന്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് സുരാജ് വെഞ്ഞാറമൂട്. അപ്പം നമുക്ക് സുരാജിലേക്ക് പോവാം. സുരാജേട്ടൻ 2-3 വേരിയേഷൻ വോയിസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ. സുരാജേട്ടൻ വെള്ളമടിച്ച വോയിസ് ചെയ്യാൻ ഏകദേശം സുഖമാണ്. അപ്പോൾ സുരാജേട്ടൻ വെള്ളമടിച്ച് പറയുന്നൊരു വോയിസാണ്. എടാ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണോ,
ഇങ്ങനെ ചെയ്യാമോ? മല്ലയ്യ അങ്ങേര് കന്നഡയിൽ എന്തോ ഗൊത്താനുള്ള പ്ലാനാന്ന്. ഇന്നിന് വേണ്ട, ഞാൻ നാളെ വന്ന് വാങ്ങിച്ചോളാം. ശിവനാണ്. ഒന്നും പറയണ്ട പോക്കോ, ഞാൻ വരൂലെന്ന് പോകോ, മാപ്പൊന്നും പറയണ്ട. എടാ ദസമൂല, എവിടെ നടക്കുന്നൊന്നും ആരും അറിയാൻ പാടില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, അങ്ങനെ പറഞ്ഞ ഞാൻ ഇവിടെ പോകുന്നു, ഞാൻ പോവില്ലെന്ന്. പറഞ്ഞാലോ ഞാൻ വെയിറ്റ് ഇല്ലാത്ത ആളല്ലേ, എടുത്തോ. തെരുവോട്ടിയാ? അപ്പോൾ വിനായകൻ്റെ ഒരു ശബ്ദം ഞാൻ വിനായകൻ്റെ ഒരു ഡ്യൂപ്പായിട്ടാണ് ചാനലിലൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ശബ്ദം എനിക്ക് വിനായകൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഞങ്ങൾ ഈ 1.5 ലക്ഷം രൂപയ്ക്ക് ഈ സിനിമ എടുത്ത് തിയേറ്ററിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ഒരുപാട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിൽ. ആശാനെ ഞങ്ങൾ ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. താങ്ക് യു. ഒരു കാര്യം നേരത്തെ പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയതാണ്. നമ്മളിപ്പോൾ ഒരു സിനിമ 1.5 ലക്ഷം രൂപയിൽ ഒതുക്കുന്ന സമയത്ത് അതിൽ ഒരു പടത്തിൻ്റെ ബഡ്ജറ്റ് എടുക്കുന്ന സമയത്ത് കൂടുതൽ ഇപ്പം ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ നോക്കാതെ ബാക്കി വരുന്ന കോസ്റ്റ് നോക്കുമ്പോൾ ആർട്ട് വർക്കിന് നല്ലൊരു വരും. അപ്പോൾ എങ്ങനെ ഇതൊക്കെ കുറച്ചെടുക്കാം എന്നുള്ള ചിന്തയിൽ എൻ്റെ കഥാപാത്രം താമസിക്കുന്ന വീട് ഒരു പഴയ വീടാണ്. കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ക്യാരക്ടറാണ്. സിനിമയുടെ ക്ലൈമാക്സിൽ ഇയാൾക്ക് വരുന്ന മാറ്റം കാണിക്കണമല്ലോ. അപ്പോൾ പുതിയൊരു വീട് കാണിക്കണം. അപ്പോൾ ഇതേ ഒരു സെറ്റപ്പിൽ ഇതേ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള വീടായിരിക്കണം. ആ വീടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും, വീട് മാറിയാൽ പോലും ആ അന്തരീക്ഷം മാറാൻ പാടില്ല. അപ്പോൾ സെറ്റാണ് ഇതിനൊരു പരിഹാരം. അതെങ്ങനെ ചെയ്യും എന്നുള്ള ഇതിൽ കുറേ ചർച്ച ചെയ്തു. പക്ഷെ അവസാനം ഞങ്ങൾ പറഞ്ഞത് 2 വർഷമായി ഈ സിനിമ ഷൂട്ട് ചെയ്യുക. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ ചെയ്ത സമയത്തേക്ക് കറക്റ്റ് ദൈവാനുഗ്രഹം എന്നുപോലെ പറഞ്ഞ പോലെ ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് സർക്കാരിൽ നിന്ന് ലോണ് കിട്ടുകയും വീട് പുതുക്കി പണിയുകയും ചെയ്തു. ഞങ്ങൾക്ക് അവിടെ കറക്റ്റ് അതേ വേറെ അതിൻ്റെ ഫ്രണ്ടിലുള്ള മരങ്ങളോ അവിടെയുള്ള ആട്ടിൻകൂട് പോലും മാറാതെ ആ പുതിയ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ മനസ്സിൽ എന്ത് ആഗ്രഹിച്ചോ ദൈവവും ഞങ്ങളെ കൂടെ നിന്നു തന്നെ ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്. ഇതിലിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒട്ടനവധി താരങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത്ര ഈ ഒരു പരിധിക്കുള്ളിൽ ഇത്ര നിൽക്കാൻ പറ്റുള്ളൂ. ഷാനിൽ ബാബു, നേരത്തെ മരിച്ച സുഹൃത്തിനെ പറ്റി പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ തൊട്ടയൽപക്കം തന്നെയാണ്. അവർ ഒരുമിച്ച് കണ്ണാസും കടലാസും പോലെയുള്ള ഒരു സുഹൃത്തുക്കളാണ് ഷാനിൽ ബാബു. പിന്നെ ജോബിൻ കട്ടിപ്പാറ തുടങ്ങിയിട്ട് കുറേ ഒട്ടനവധി ആളുകൾ അഖില ആൽബങ്ങളിലൊക്കെ അഭിനയിച്ച ഒരു കാലത്ത് 2000 കാലഘട്ടത്തിലൊക്കെ നമ്മൾ പല മാപ്പിള ആൽബങ്ങളിലും, ശ്രീജ താമരശ്ശേരി, സന്ദീപ് ഗോപാല് അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ വിഷ്ണു, അതിൻ്റെ അസിസ്റ്റൻസ് കുറേ ഉണ്ട്. വിഷ്ണു പ്രസാദ്, അതേപോലെ വിനീഷ് കോടഞ്ചേരി, നിഹാല്, പിന്നെ സ്റ്റണ്ട് സനൽ പ്രകാശ് ഒക്കെ ആയിട്ട്. ബാസിം നിരോത്ത് ഇപ്പോൾ ദുബായ് അസോസിയേറ്റ് DOP ചെയ്തതാണ്. അതേപ്പോൾ ദുബായിലാണുള്ളത്. അപ്പോൾ എല്ലാവരും ചേർന്നിട്ടൊരു നല്ലൊരു വൈബ് മൂടായിരുന്നു. വിന്ദി ചേച്ചി ഇവന്റെ അമ്മയായിട്ട്, ഇയാളുടെ വൈഫായിട്ട്, ആ ഒരു പിക്ചറിൽ കാണുന്ന ആടിനെ എടുത്തിരിക്കുന്ന, അതെ ആട് വരെ അഭിനയിച്ചു. ആടിന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞില്ലല്ലേ? ഞാനാണോ മോശല്ലേ? ആടിൻ്റെതോ? അല്ല, ഇതില് പോസ്റ്ററിൽ കണ്ട ആളെ എണ്ണി പറയുമ്പോ അതിൽ പാവം ഒരു ആടുണ്ട്. അതിനെ ആരും കാണാതെ, ഒരു മിണ്ടാപ്രാണി ആയതുകൊണ്ടല്ലേ ആടിനെ നമുക്ക് സ്പോൺസർ ചെയ്തത്. നമ്മുടെ പൂനൂരിന്റെ വീടിനടുത്തുള്ള ഒരു ബഷീർക്ക്, അങ്ങേർക്ക് ഒരു ആട് ഫാം ഉണ്ട്. അങ്ങേര് സ്പോൺസർ ചെയ്ത് ആടിനെ കൊണ്ടുവന്നത് ഷനാന് അല്ലേ? സ്വന്തം കുഞ്ഞിനെ ഇതുവരെ അങ്ങനെ എടുത്തില്ല. ഷൂട്ടിങ്ങിന് വേണ്ടി ആടിനെ എടുത്ത് മലത്തി പിടിച്ച് ആട് മലന്ന് കിടക്കുക. ആടിനോട് കോൺവെർസേഷൻ ചെയ്തവന് ഷനാൻ നല്ല ഉണ്ട്. ആദ്യമായിട്ട് കുറെ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആട് സംസാരിക്കുമ്പോൾ തന്നെ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. എന്തായാലും ഇത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശരിക്കും ഡിസംബറിൽ റിലീസ് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ നമ്മളെ അന്നദാതാവ് പ്രൊഡ്യൂസർ സാർ ഉണ്ടല്ലോ, പീറ്റർ സാർ, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ജനുവരിയിലേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസംബറിൽ അദ്ദേഹം കുവൈറ്റിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്, പിന്നെ മേജർ റിലീസുകളും ഉണ്ടായിരുന്നല്ലോ, പുഷ്പ പോലെയുള്ള വലിയ പടങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ജനുവരി 10 ഒരു സേഫ് സോൺ ആക്കി വെച്ച്. അപ്പോൾ എന്തായാലും ഡേറ്റ് മറക്കണ്ട, ജനുവരി 10 ഞങ്ങളെല്ലാവരും വലിയ സ്ക്രീനിൽ നിങ്ങളെ കാണാൻ ഞങ്ങൾ വരികയാണ്. നിങ്ങൾ ഞങ്ങളെ കാണാൻ വരിക എന്നുള്ളതാണ് ഞങ്ങളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയുന്നത്. ദയവ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു.